ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1 മണിക്കൂറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് കോമ്പിനേഷനുമായിട്ടാണ്. നമുക്കിന്ന് ഇൻസ്റ്റൻറ്റ് പാലപ്പവും പിന്നെ അങ്കമാലി ചിക്കൻ കറിയും തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പത്തിന് വേണ്ടിയിട്ട് തലേദിവസം അരി അരച്ചൊന്നും വെക്കണ്ട, 1 മണിക്കൂറിൽ തന്നെ നമുക്കിത് രണ്ടും തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, ഗസ്റ്റൊക്കെ വരുമ്പോഴും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് വറുത്ത് വയ്ക്കില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. നിങ്ങൾക്ക് അളവ് കപ്പ് ഇല്ലെങ്കിൽ എല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറില്ലെങ്കിൽ അവൽ ചേർത്താൽ മതി, ഏത് കളർ അവൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടാണ്. ഞാനിപ്പോൾ 1 കപ്പോളം ഇളം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ മൊത്തം ചേർക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അരച്ചെടുക്കാം. ബാക്കി സാധാ നോർമൽ വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ചില മാവിന് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചിലതിന് കുറച്ച് മതിയാവും. അപ്പോൾ അരയ്ക്കുമ്പോൾ ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ ഒരു 3.5 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളവും പിന്നെ ഒരു 2.5 കപ്പോളം സാദാ വെള്ളവും ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ള കഷ്ണങ്ങളായാലും മതി കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റാണ് വാങ്ങിയത്, അതുകൊണ്ട് ഇതെടുത്തതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. പച്ചമുളകും സാധാ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കൈ എനിക്ക് എരിയും, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തിരുമ്മിയെടുക്കുന്നത്. നന്നായിട്ട് തന്നെ തിരുമ്മിയെടുക്കുക. ഈ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ, അതുവരെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്ന പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ്. നമുക്ക് 2.5 കപ്പ് 2ാം പാലും 3/4 കപ്പ് 1ാം പാലുമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മീഡിയം സൈസുള്ള തേങ്ങ മൊത്തത്തിലെടുത്താൽ മതി. നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം വെള്ളം കുറവാണെന്ന് തോന്നും. ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടെ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ചിക്കൻ പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഏകദേശം 100 ഗ്രാമോളം വരും കേട്ടോ. ഇനി ചിക്കനും ഉരുളക്കിഴങ്ങും വെന്ത് വരണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു നോക്കിയാൽ മതി. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലോട്ട് 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. തീ കുറച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് തിള വന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക്, 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്,
ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി ബ്രൗൺ നിറം ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ ചൂടുള്ള എണ്ണയ്ക്കകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണമൊന്നും കാണില്ല. എനിക്കിപ്പോൾ ഇത്രയും എരിവ് മതി, അതുകൊണ്ട് ഞാൻ കൂടുതൽ മുളക് പൊടി ചേർക്കണില്ല. അപ്പോൾ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഇളക്കി കളയരുത്, ഈ പതയൊക്കെ പോവും. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അപ്പച്ചട്ടി ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പോൾ 1 or 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ മാവ് കലക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നിയാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീഡിയം തീയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണിത്. പെട്ടെന്ന് ഡിന്നറായിട്ട് തയ്യാറാക്കി എടുക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് അപ്പമാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.